പാഠം 896 ടാഗോറിന്റെ നാട്ടിൽ നിന്ന്. കേരളത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികളുടെ എണ്ണം പെരുകുന്നു. പശ്ചിമ ബംഗാൾ, ബീഹാർ, ആസാം, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്കുള്ള തൊഴിലാളികളുടെ ഒഴുക്ക് തുടരുകയാണ്. ഇതുണ്ടാക്കിയേക്കാവുന്ന മറ്റ് സാമൂഹ്യ പ്രശ്നങ്ങളെപ്പറ്റി വേണ്ടത്ര പഠനം നടത്താതിരിക്കുന്നത് ഭാവിയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് വിദഗ്ധർ പറയുന്നു. മോനട്ടാ, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ മോഹനോട് പറയാ ഒരു പണിക്കാരനെ വിളിച്ച് ഈ പറമ്പൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ. മോഹനോട് അത് കേട്ട ഭാവം പോലും കാണിക്കാത്തെന്താ? കേട്ട ഭാവം കാണിക്കാത്തതല്ല ഭാമേ, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരാളും ഇത്തരം പണിക്കൊന്നും പോകുന്നില്ല. എല്ലാവർക്കും ആഫീസ് ജോലി മതിയെന്നാണ്. പറമ്പ് കളയ്ക്കാനും കാട് വെട്ടാനൊന്നും ഒരാളെയും കിട്ടാനില്ല. ആരോടാണ് മോഹനയുടെ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത്? നിന്നോട്. ഈ പ്രദേശത്ത് ഇവിടുത്തെ ഈ പറമ്പ് മാത്രമാണ് ഇമ്മാതിരി കാട് പിടിച്ച് കിടക്കുന്നത്. ബാക്കിയുള്ള സകല വീട്ടിലും പണിക്കാരെ വിളിച്ചാൽ കിട്ടുകയും ചെയ്യും, പണിയും നടക്കും. ആ, ഇവിടെ പണിക്കാരെ കിട്ടാത്തൊന്നുമല്ലെന്ന് എനിക്കറിയാം. കാശ് മുടക്കാൻ മടിച്ചിട്ടാണ് മോഹനയുടെ ഈ പറഞ്ഞോണ്ടിരിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവനവന്റെ വീടും പരിസരവും വൃത്തിയാക്കാൻ പുറത്തുനിന്നൊരാളെ വിളിക്കേണ്ട കാര്യം എന്താണ്? നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്ത് ശീലിക്കണം. പോയാൽ നിനക്കറിയാമോ, ഗാന്ധിജി കക്കൂസ് പോലും സ്വന്തമായിട്ടാണ് വൃത്തിയായിക്കൊണ്ടിരുന്നത്. സ്വയം പര്യാപ്തത. സ്വയം പര്യാപ്തതയാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പാദ്യം. അത് വളരെ ശരിയാ മോഹനേട്ട. സ്വയം പര്യാപ്തതയെ പറ്റി പറയാൻ മോഹനേട്ടനെ പോലെ അർഹതയുള്ള വേറെ ആരുമില്ല. കക്കൂസ് കഴുകണ്ടായിരുന്നു, അവനെ ഷർട്ട് കൊണ്ടുവന്ന് അലക്കിയിരുന്നെങ്കിൽ വേണം. അലക്കില് ഞാൻ തന്നെ ചെയ്തോളാം. അതൊന്ന് തേച്ച് വെക്കാൻ മോഹനേട്ടനെ കൊണ്ട് പറ്റുമോ? കഴിക്കാനുള്ളത് ഉണ്ടാക്കാൻ എനിക്ക് ഒരു മടിയുമില്ല. പക്ഷെ ഉണ്ടാക്കി വെച്ചതൊന്ന് വിളമ്പെടുക്കാൻ പോലും മോഹനേട്ടൻ തയ്യാറല്ല. ഞാൻ ചോറ് വാരി ഇങ്ങനെ ഉരുട്ടി വായി വെച്ച് തന്നാൽ അത് അത്രയും സന്തോഷം. ഇതുപോലെ പിന്നെ ഒന്ന് വിഴുങ്ങിയാൽ മതിയല്ലോ. അങ്ങനെയുള്ള മഹാനാണ് സ്വയം പര്യാപ്തതയെ പറ്റി പറയുന്നത്. കഷ്ടം തന്നെയാണ്. ആ തേങ്ങ അങ്ങോട്ട് വലിച്ചെറിഞ്ഞേ. വരുമ്പോ എടുത്തോണ്ട് പോരെ. ഞാൻ ഒരുപാട് ഭാരിച്ച ഉത്തരവാദിത്തങ്ങളുള്ള ഒരു വില്ലേജ് ഓഫീസറാണ് എന്ന കാര്യം നിനക്കറിയാമല്ലോ. വളരെയധികം ജോലി തിരക്കുള്ള ഒരാൾ ഒരല്പം വിശ്രമിക്കുന്നത് വീട്ടിലിരിക്കുന്ന സമയത്താണ്. അതുകൊണ്ടാണ് ഞാൻ വീട്ടുജോലികളിൽ നിന്നെ സഹായിക്കാത്തത്. അല്ലാതെ സ്വയം പര്യാപ്തതയുടെ കുറവല്ല. തരക്കേടില്ലാത്തൊരു ക്രിമിനൽ വക്കീലാണ് ഞാനെന്നുള്ള കാര്യം അറിയാമോ എന്തോ മോനേട്ടന്? എനിക്ക് വക്കീൽ ഓഫീസിലും കോടതിയിലും ഒക്കെ ആയിട്ട് ഒരുപാട് ജോലികളുണ്ട്. എന്നിട്ടും ഞാൻ ഇവിടെ വന്നിട്ട് വിശ്രമിക്കല്ലോ. ഒരു സർക്കാർ ഉദ്യോഗം ഉണ്ട് എന്നതിന്റെ പേരിൽ വീട്ടിലെ ഒരു കാര്യം നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് എവിടെ തന്നെയാ മോനേട്ടാ? നിനക്കിപ്പോ എന്താ വേണ്ടത്? മുറ്റത്തെ കാട് വിട്ട ഒരാൾ വേണം, അത്രയല്ലേ ഉള്ളൂ. മുറ്റത്ത് മാത്രമല്ലല്ലോ. നിക്കേ, മച്ചില മാറാല കണ്ടോ? ഞാൻ വിചാരിച്ചാൽ അടിച്ചു കളയാൻ പറ്റുമോ? പക്ഷെ മോഹനേട്ടൻ വിചാരിച്ചാൽ നടക്കും. മോഹനേട്ടൻ പക്ഷെ അങ്ങനെ വിചാരിക്കേയില്ല. അപ്പൊ പിന്നെ പുറത്തുനിന്ന് ഒരാളെ വിളിച്ചല്ലേ പറ്റൂ. മോഹനേട്ടൻ ഒരാളെ വിളിക്കുമെന്ന് പറഞ്ഞോണ്ടാ ഞാൻ ഇതുവരെ അതിന് ശ്രമിക്കാതിരുന്നത്. ഇല്ലെങ്കിൽ ഞാൻ വിചാരിച്ച ജോലിക്ക് ഒരാളെ കിട്ടാൻ ഒരു പാടുമില്ല. അങ്ങനെ നീ വിളിച്ചുകൊണ്ടിരുന്ന ആൾക്ക് കൂലി കൊടുക്കാൻ എന്നെ കിട്ടില്ല. ആത്മാർത്ഥമായും സത്യസന്ധമായും ജോലി ചെയ്യുന്ന ഒരാളെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് ഞാൻ അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ കിട്ടുമ്പോ മോഹനേട്ടന് ബോധ്യമുള്ള ഒരാള് വരുമ്പോഴേക്കും വർഷങ്ങൾ ഒരുപാട് കഴിയും. ദേ, ഇന്നൊരു ദിവസം കൂടെ ഞാൻ നോക്കും. അതിനുള്ളിൽ ഇതിനൊരു തീരുമാനം മോഹനേട്ടൻ ഉണ്ടാക്കി തന്നില്ലെങ്കിൽ പിന്നെ എനിക്കറിയാം എന്താ വേണ്ടതെന്ന്. അപ്പൊ പിന്നെ ആരോട് ചോദിച്ചിട്ടാ ഭാമ ഇത് ചെയ്തെന്ന് പറഞ്ഞ് എന്റെ പിന്നാലെ വരരുത്. സത്യം പറയല്ലോ പ്രഭേ, നമ്മുടെ നാട്ടിലുള്ള സകല ആൾക്കാരും എങ്ങനെയാ മറ്റുള്ളവരെ പറ്റിക്കാൻ പറ്റുക നോക്കി നടക്കുക. ഇങ്ങനെയുണ്ടോ മനുഷ്യര്? എന്താണ് കാഞ്ഞിന് സാറേ രാവിലെ ഇത്രയും കലി? എങ്ങനെ കലി വരാതിരിക്കും പ്രഭേ? വീടിന്റെ പുറകുവശത്ത് പുല്ല് കാട് പോലെ വളർന്നു കിടക്കുക. അതൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി തെങ്ങിന്റെ ചൂടന്ന് കിളച്ച് വളം ഇടാൻ ഒരാളെ അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് കുറെ ദിവസമായി. നമ്മുടെ നാട്ടുകാരും ഇപ്പൊ പണിക്കൊന്നും പോകുന്നില്ലല്ലോ. പ്രഹ്ലാദൻ ചേട്ടൻ അന്വേഷിച്ച് ഒരൊറ്റ ആളെ പോലും കിട്ടിയില്ല. അതാണോ കാര്യം? എന്റെ വീട്ടിലെ കാര്യം അതിലും കഷ്ടമാണ്. മുറ്റത്ത് പല സ്ഥലത്തും മഴവെള്ളം കെട്ടി നിൽക്കുക.
അതൊന്ന് ചാലി കീറി പറമ്പിലേക്ക് ഒഴുക്കി വിടാൻ ഒരാൾ അന്വേഷിച്ച് നടന്നിട്ട് എത്ര ദിവസമായെന്നറിയോ? ആരെങ്കിലും കിട്ടിയാൽ തന്നെ ഒടുക്കത്തെ കൂലിയാ പറയുന്നത്. അങ്ങനെ കൊടുക്കാൻ നമ്മുടെ കാശുണ്ടോ? അവസാനം ഇന്നലെ വൈകിട്ട് ഞാനും അനിയനും കൂടെ ഒരു തൂമ്പെടുത്ത് അങ്ങ് ഇറങ്ങി. 1 മണിക്കൂർ കൊണ്ട് പരിപാടി തീർന്നു. മുറ്റത്തെ പണിയൊക്കെ ആണെങ്കിൽ ഞാനും പ്രഹ്ലാദൻ ചേട്ടനും കൂടെ ചെയ്ത് തീർത്തേനെ. ഇതങ്ങനെയല്ലല്ലോ. പറമ്പിൽ ഭയങ്കര കാടാ. അത് വെട്ടണമെങ്കിൽ അറിയാന്നുള്ള ആള് തന്നെ വേണം. മാത്രമല്ല രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ ആപ്പീസിൽ വന്നിരുന്നിട്ട് എപ്പോഴാ എനിക്ക് പ്രഹ്ലാദൻ ചേട്ടന് നേരം കിട്ടുക? അവസാനം മിനിഞ്ഞന്ന് ആപ്പീസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴി നടുത്തോട്ടത്തിലെ കുമാരൻ ചേട്ടനെ കണ്ടു. അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള പണിക്ക് പോകുന്ന ആളാണല്ലോ. ഞാൻ കാര്യം പറഞ്ഞപ്പോ കുമാരൻ ചേട്ടൻ പറഞ്ഞു 750 രൂപ കൂലി തരാമെങ്കിൽ ജോലി ചെയ്യാന്ന്. വേറെ വഴിയില്ലല്ലോ, ഞാൻ സമ്മതിച്ചു. എന്നിട്ട് അന്ന് വീട്ടിൽ ചെന്നിട്ട് പ്രഹ്ലാദൻ ചേട്ടനോട് കാര്യം പറഞ്ഞപ്പോ പ്രഹ്ലാദൻ ചേട്ടൻ ചൂടായി. 750 രൂപ കൂടുതലാണെന്ന് പറഞ്ഞു. ഒരു വിധത്തിലാ ഞാൻ പ്രഹ്ലാദൻ ചേട്ടനെ കാര്യം പറഞ്ഞ് സമാധാനിപ്പിച്ചത്. ഇന്നലെ രാവിലെ കുമാരൻ ചേട്ടൻ പണിക്ക് വന്നു. വന്നതെപ്പോഴാ? 8:30. കുറെ നേരം പറമ്പിലൂടെ ഇറങ്ങി ബീഡിയും വലിച്ച് നടന്നു. അത് കഴിഞ്ഞ് തിരികെ വന്ന് തൂമ്പെടുത്തു. ഞാൻ കരുതി അപ്പോഴെങ്കിലും ജോലി തുടങ്ങാൻ പോവാണെന്ന്. പെട്ടെന്ന് അങ്ങനെ പറയാ, മണി 9 ആവാറായി, കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ ചെന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് വന്ന് ജോലി തുടങ്ങാന്ന്. അപ്പോഴേ പ്രഹ്ലാദൻ ചേട്ടന്റെ മുഖത്തെ കലി ഞാൻ കണ്ടതാ. പിന്നെ നമ്മൾ ആവശ്യക്കാരായി പോയില്ലേ. ഒരു വിധത്തിൽ പ്രഹ്ലാദൻ ചേട്ടനെ സമാധാനിപ്പിച്ച് ആഫീസിലേക്ക് പറഞ്ഞു വിട്ടു. എന്റെ പ്രഭയെ പറഞ്ഞാ വിശ്വസിക്കില്ല. കുമാരൻ ചേട്ടൻ കാപ്പി കുടിച്ച് തിരികെ വന്നപ്പോഴേക്കും സമയം എത്ര? 9:30 കഴിഞ്ഞു. ഞാൻ ആഫീസിലേക്ക് ഇറങ്ങാൻ നിൽക്കുമായിരുന്നു. ഇങ്ങനെ പണിതാൽ ഒരാഴ്ച കൊണ്ട് തീരില്ലല്ലോ കുമാരൻ ചേട്ടാ എന്ന് ഞാൻ ചോദിച്ചപ്പോ പറയാ, കാഞ്ചന സാർ ആഫീസിലേക്ക് പോയിട്ട് വരുമ്പോഴേക്കും ജോലി തീർന്നിട്ടുണ്ടാവൂന്ന്. ആ വാക്കും വിശ്വസിച്ച് ഞാൻ ഇങ്ങോട്ട് പോകുന്നു. എന്റെ പ്രഭയെ വൈകിട്ട് വീട്ടിൽ ഞാൻ ചെന്നപ്പോഴേക്കും പണി പകുതി പോലും ആയിട്ടില്ല. കുറച്ചു കാട് വെട്ടി, ഒരു തെങ്ങിന്റെ ചുവട് ഇത്തിരി കിളച്ചിട്ടുമുണ്ട്. ഞാൻ ചെല്ലുന്നത് നോക്കി നിൽക്കുകയായിരുന്നു കുമാരൻ ചേട്ടൻ. എന്തിനാ? കൂലി ഇങ്ങ് തന്നാ ഞാൻ പോയേക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ജോലി തീർന്നില്ലല്ലോ എന്ന്. അപ്പൊ അങ്ങേര് പറയാ, ഇന്നത്തെ കൂലി 750 രൂപ താ, ബാക്കി ജോലി നാളെ വന്ന് ചെയ്യാനുള്ള. എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞു തരില്ലാന്ന്. അതോടെ സംസാരമായി വഴക്കായി. പ്രഹ്ലാദൻ ചേട്ടൻ വന്നപ്പോ കുമാരൻ ചേട്ടൻ പറയാ, നാട്ടിലുള്ള പണിക്കാരെ മുഴുവൻ വിളിച്ചോണ്ട് വന്ന് വഴക്കുണ്ടാക്കുമെന്ന്. മര്യാദക്ക് കാശും കൊണ്ട് തരാൻ. എന്റെ ദൈവമേ, ഒരു വീടായി പോയില്ലേ. എന്താ ചെയ്യാ? ഞാനതങ്ങ് കൊടുത്തു. എന്താ കാഞ്ചന സാറേ വലിയ ചർച്ച? കാഞ്ചന സാറേ പറമ്പിലെ പണിക്ക് കുമാരൻ ചേട്ടനെ വിളിച്ച കഥ പറയായിരുന്നു. ഞാനത് കവലയെന്ന് അറിഞ്ഞു. ഇന്നലെ വലിയ വഴക്കായിരുന്നല്ലേ? അയ്യോ പിന്നല്ലാതെ. ഇമാതിരി ആളുകളെ ചൂലെടുത്ത് അടിക്കുക വേണ്ടത്. കാഞ്ചന സാർ അല്ലാതെ വേറെ ആരെങ്കിലും കുമാരനെ ജോലിക്ക് വിളിക്കുവോ? അവനൊക്കെ എങ്ങനെ പണിയെടുക്കാതെ ജീവിക്കാം എന്ന് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുക. പക്ഷേ പറമ്പിലെ പണി നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ ശിശുപാലൻ ചേട്ടാ. പറ്റില്ല. അതിനെന്ത് ചെയ്യണമെന്ന് അറിയാമോ? നമ്മുടെ നാട്ടിൽ 100 കണക്കിന് ബംഗാളികളുണ്ട്. അവരെ ഒന്ന് വിളിച്ചു നോക്കിയേ, പറന്നു വരും. കൂലി കുറവ്. ജോലിയിലാണെങ്കിൽ ഭയങ്കര ആത്മാർത്ഥതയാ. ഏത് കണക്കിന് നോക്കിയാലും നമ്മുടെ നാട്ടിലെ ആളുകളെക്കാൾ ഭേദം ബംഗാളികളാണ്. കാഞ്ചന സാറേ, ഇനി പറമ്പിൽ എന്തെങ്കിലും ജോലി വരുമ്പോ എന്നോട് പറ, ഞാൻ തരാം ആളെ. മലയാളികളെ വിളിച്ചാൽ പറ്റിക്കുന്ന ഉറപ്പാ. വഴി വേറെ നോക്കിയേ പറ്റൂ. അമേ, ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മുടെ നാട്ടിലെ പണിക്കാരുടെ സ്വഭാവം? എല്ലാം കള്ളന്മാരാ. കാഞ്ചനയുടെ വീട്ടിൽ ജോലിക്ക് ചെന്ന കുമാരൻ എന്ന് പറയുന്ന ഒരാള് ജോലി ഒന്നും ചെയ്യാതെ കൂലിയും വാങ്ങിക്കൊണ്ടുപോയതിന്റെ കഥ ഇന്നലെ കാഞ്ചന അവിടെ ഇരുന്ന് പറയുന്നത് ഞാൻ കേട്ടു. പറ്റിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ എല്ലാ ആളുകളും പറ്റിക്കുന്ന ആളുകളാണെന്ന് പറഞ്ഞ പിന്നെ ഇതെങ്ങനെയാ ശരിയാവുക?
പറ്റിക്കാത്ത ആളാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഒരാളെ വിളിച്ച് വീട്ടിൽ കയറ്റിയിട്ട് അയാൾ നമ്മളെ പരിചയം പോയാലോ? ആഹാ, ഇങ്ങനെയൊക്കെ പേടിച്ച നമുക്ക് പിന്നെ ജീവിക്കാൻ പറ്റുമോ മോനേട്ടാ? എന്തായാലും വീട്ടു ജോലിക്ക് നമുക്ക് ഒരാൾ വേണം. ഒരാളെ നമ്മൾ വിളിക്കും. അയാളെ പറ്റിക്കാതിരിക്കാൻ നമ്മൾ നോക്കും. ഒരു കാര്യം ചെയ്യാം, ഇന്നെന്തായാലും എനിക്ക് വക്കീൽ ഓഫീസിൽ പോകണ്ടല്ലോ. ഒരു ജോലിക്കാരനെ ഇന്ന് കിട്ടുവാണെങ്കിൽ ഞാനിവിടെ ഉണ്ടല്ലോ. അപ്പൊ പിന്നെ ജോലി ചെയ്യാതെ പറ്റിക്കുന്നുള്ള പേടിയും വേണ്ട. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മലയാളികളാണോ ഉറപ്പായിട്ടും പറ്റിക്കും. പോയോ? ആ, അതല്ലേ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ബംഗാളികളെ മാത്രം പണി വയ്ക്കുന്നത്. അതുകൊണ്ടൊന്നുമല്ല, പണിക്ക് മലയാളികളെ കിട്ടാതെ വരുമ്പോ ബംഗാളികളെ വിളിക്കും. അതത്രേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ അങ്ങനെ. നമ്മൾ എന്തായാലും ഒരു ബംഗാളിയെ മാത്രമേ വെക്കൂ. ബംഗാളികളുടെ കാര്യം ഇന്നലെ ഞാൻ ശിശുപാലനോട് ചോദിച്ച് മനസ്സിലാക്കി. ശിശുപാല ജോലിയോ കഴിഞ്ഞോ? ഓ സാർ, സാർ ഇറങ്ങട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കാത്തിരുന്നതാ. ഇറങ്ങിയല്ലേ സാർ? അതെ. പിന്നെ ഇന്ന് രാവിലെ ശിശുപാലൻ ബംഗാളികളുടെ കാര്യമൊക്കെ പറയുന്നത് കേട്ടു. അതൊക്കെ ശരിയാണോ? പിന്നല്ലാതെ സാറേ, മലയാളികൾ മുഴുവനും തട്ടിപ്പ് വീരന്മാരാണ്. ബംഗാളികൾ വിളിച്ചാൽ കാര്യം നടക്കും. 750 രൂപ മലയാളികൾക്ക് കൊടുക്കുമ്പോ വെറും 600 രൂപ കൊടുത്താൽ മതി ബംഗാളികൾക്ക്. രാവിലെ 7:30 എന്നുള്ള ഒരു സമയം ഉണ്ടെങ്കിൽ അവർ സ്ഥലത്തെത്തും. പിന്നെ കഴിക്കാനുള്ളത് കൊണ്ടുവരുന്നത് കൊണ്ട് ചായക്കടയിൽ പോയി സമയം കളയില്ല. ജോലിയിൽ ആത്മാർത്ഥതയുണ്ട് സാർ. സ്വന്തം വീട്ടുകാര്യം പോലെ എല്ലാം കണ്ടറിഞ്ഞ് ചെയ്തോളും. അതും ഇതും പറഞ്ഞ് സമയം കളയില്ല. നമ്മൾ ന്യായം പഠിപ്പിക്കാൻ വരികയില്ല. ഈ ഭാഷ ഒരു പ്രശ്നമല്ലേ? എനിക്ക് ബംഗാളി അറിയില്ല സാറേ. നമ്മുടെ നാട്ടിലെ സകല വീടുകളിൽ ഇപ്പൊ പണിക്ക് വരുന്ന ബംഗാളികളാ. ആർക്കെങ്കിലും ഭാഷ അറിയാവുന്നത് കൊണ്ടാണോ അവരെ വിളിക്കുന്നത്? അല്ലെങ്കിൽ തന്നെ കൂലിപ്പണിയിൽ എന്ത് ഭാഷ സാറേ? തെങ്ങിന്റെ ചൂട് കളയ്ക്കുന്നത് കേരളത്തിലായാലും ബംഗാളിലായാലും ഒരുപോലെ അല്ലേ? എന്താ സാറിന് പണിക്കാരെ വല്ല ആവശ്യമുണ്ടോ? ഉണ്ടോന്ന് ചോദിച്ചാ ഉണ്ടായാലോ. എല്ലാം ഒന്ന് അറിഞ്ഞിരിക്കുന്നതല്ലേ. സാറേ, സാറിന് അത്ര ആവശ്യം വല്ലതും ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ എന്നെ വിളിക്കണം. എത്ര ബംഗാളി വേണമെങ്കിലും സെക്കൻഡ് വെച്ച് ഞാൻ ഇറക്കി തരില്ലേ? നല്ല സ്വഭാവം, മര്യാദ, എല്ലാ ജോലിയും ഭംഗിയായി ചെയ്യും. വെറുതെ സമയങ്ങളേ ഇല്ല. മാത്രമല്ല മലയാളികളെ അപേക്ഷിച്ച് കൂലിയും കുറവാണ്. അങ്ങനെയുള്ളപ്പോ പിന്നെ എന്തിനാണ് നമ്മൾ മലയാളികളെ തന്നെ ജോലിക്ക് വെക്കേണ്ട കാര്യം? നമ്മൾ സ്ഥിര ജോലിക്കൊന്നുമല്ലോ ആളെ വിളിക്കുന്നത്. ഒരൊറ്റ ദിവസത്തെ ജോലി, അത് ഈ നാട്ടിലെ ആരെയും ഏൽപ്പിക്കാൻ തന്നെയാ നല്ലത്. അങ്ങനെ കളയാൻ എന്റെ കയ്യിൽ പൈസ ഇല്ല. ഇവിടെ ഇങ്ങനെ ഒരു ജോലി ഉണ്ടായിട്ട് മോഹനായിട്ട് ഒരു ബംഗാളിയെ വിളിച്ചൊന്ന് പുറത്തറിയുമ്പോ നമ്മളെ പരിചയമുള്ളവർ പിന്നെ എന്താ വിചാരിക്കുക? അതൊന്നും എന്റെ പ്രശ്നമല്ല. കൂലി കുറച്ച് ചോദിക്കുന്നവരെ വെച്ച് ജോലി ചെയ്യിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. ഇന്ന് ഞാനൊരു ബംഗാളിയെ വെച്ച് ജോലി ചെയ്യിക്കുമ്പോൾ നാട്ടുകാർക്ക് മനസ്സിലാവും ഇവിടെ ജോലി ചെയ്യണമെങ്കിൽ അന്യായമായി കൂലി ചോദിക്കാൻ പറ്റില്ല എന്ന്. അതോടെ അടുത്ത തവണ നമ്മുടെ നാട്ടുകാർ എന്നെ വന്ന് കണ്ട് കുറഞ്ഞ കൂലിക്ക് ഞാൻ ജോലി ചെയ്തോളാം സാറേ എന്ന് പറയും. അയ്യടാ, എന്ന് വെച്ചാൽ വില്ലേജ് ഓഫീസറുടെ വീട്ടിൽ ജോലി ചെയ്യാന്ന് പറയുന്നത് നാട്ടുകാരുടെ ഒരു അഭിമാന പ്രശ്നമാണല്ലോ. മോണിട്ടർ എന്തെങ്കിലും ചെയ്യേ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്നൊരു ദിവസം കൂടെ ഞാൻ നോക്കും. നാളെ ഞാൻ ആരെങ്കിലും കണ്ടുപിടിക്കും. അവര് ചോദിക്കുന്ന കൂടി ഞാൻ കൊടുക്കുകയും ചെയ്യും. എത്രയും പെട്ടെന്ന് ശിശുപാലിനെ വിളിച്ചേ പറ്റൂ. ശിശുപാല, മോഹനേഷ് സാറാ. ഇന്നലെ ശിശുപാല പറഞ്ഞില്ലേ ജോലിക്ക് ബംഗാളികളെ ആവശ്യമുണ്ടെങ്കിൽ പറയണമെന്ന്. ഇന്ന് എനിക്കൊരാളെ ജോലിക്ക് കിട്ടുമോ? അതിനത് 8 മണിയായിരുന്നു ജോലി ചെയ്തൂടെ? വൈകിട്ട് അത്രയും വൈകി പോയാൽ മതിയല്ലോ. ഇതാണോ ഇന്നലെ ശിശുപാല വലിയ വർത്തമാനം പറഞ്ഞത്? ഞാൻ ശിശുപാലനോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ പറയാവൂ എന്ന്. മേലിൽ ഇത്ര വേഷം കിട്ടുവരെ എന്റെ അടുത്ത് വരരുത്. മനസ്സിലായല്ലോ? വെറുതെ എന്തെങ്കിലുമൊക്കെ പറയും. കഷ്ടം. നമസ്കാരം.
എന്താണ് രാവിലെ ഓ ഒന്നും പറയണ്ട ഉത്തമ. പറമ്പ് മുഴുവനും കാട് കയറി തുടങ്ങി. അതൊന്ന് വെട്ടി വൃത്തിയാക്കാൻ ഒരാളെ വിളിക്കാൻ മോഹനോട് പറയാൻ തുടങ്ങിയിട്ട് ദിവസം എത്രയെന്നറിയാമോ? ഓരോ ദിവസവും ഓരോരോ ന്യായങ്ങളാണ്. എന്റെ വക്കീൽ, ഇതൊക്കെ എന്നോടൊരു വാക്ക് പറഞ്ഞാ പോരെ? എത്ര പണിക്കാരെ വേണമെന്ന് എന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുമ്പിൽ കൊണ്ടുവന്ന് ക്യൂ നിർത്തി തരൂലേ? കൂലി കൊടുക്കേണ്ടത് സാറല്ലേ? മോഹനോട് ബോധിച്ച ആളെ കൊണ്ടുവന്നില്ലെങ്കിൽ പറ്റില്ലാന്ന് പറഞ്ഞോളയില്ലേ? പറമ്പിൽ അത്യാവശ്യ പണി ആരെങ്കിലും പോരെ വക്കീലേ? ഞാൻ കൊണ്ടുവന്ന് തരാൻ പറഞ്ഞാ മതി. ഓ ഇനി അതൊന്നും നടക്കും തോന്നണില്ലേ? മലയാളികളെല്ലാം തട്ടിപ്പുകാരാണ്, ജോലി ഒന്നും ചെയ്യില്ല എന്നാണ് മോഹനേട്ടൻ ഇപ്പോഴത്തെ പുതിയ കണ്ടുപിടുത്തം. സത്യസന്ധമായി ജോലി ചെയ്യുന്നത് ബംഗാളികൾ മാത്രമാണ് എന്ന് ആരോ സാറിനെ പറഞ്ഞു ധരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അങ്ങോട്ട് ബംഗാളികളെ കൊണ്ടേ പണിയെടുപ്പിക്കുന്ന സാറ് പറഞ്ഞിരിക്കുന്നത്. അതിനെന്ത്? ബംഗാളിയെങ്കിൽ ബംഗാളി, അതും എന്റെ അടുത്ത് പറഞ്ഞാ പോരെ? ബംഗാളി കിട്ടിയതുകൊണ്ടായില്ലല്ലോ. അവരിവിടെ ജോലിക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് ഭാഷയിലാ സംസാരിക്കുക? എനിക്ക് ഹിന്ദി തന്നെ കഷ്ടിയ. അയ്യോ വക്കീൽ, അതോർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. ഈ ബംഗാളികൾക്ക് മലയാളം അറിഞ്ഞുകൂടെങ്കിലും ഒരു ജോലി പറഞ്ഞാൽ കൃത്യമായിട്ട് അവര് ചെയ്യും. നോക്കിയോ, ഈ ചെടി അവരെ കാണിച്ചിട്ട് ഈ ചെടി വെട്ടിക്കളയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരപ്പം തന്നെ വെട്ടിക്കളയും. ഈ ചെടി തൂക്കിയെടുത്ത് അങ്ങോട്ട് മാറ്റി വയ്ക്കൂ ഹേ, അപ്പൊ തന്നെ അവൻ തൂക്കിയെടുത്ത് മാറ്റി വയ്ക്കും. ഇതിന് വെള്ളം ഒഴിക്കൂ ഹേ, അപ്പൊ തന്നെ അവൻ വെള്ളം ഒഴിക്കും. ഇത്രയേ ഉള്ളൂ സംഭവം, സിമ്പിള്. ഇത് എനിക്ക് വിട്ടതാ, ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. സാറല്ലേ ഇവിടെ? മാറ്റിവെക്കേ, വെട്ടിത്തെളിക്കേ, അങ്ങനെയൊക്കെ പറയോ സാറേ? സാറേ നമസ്കാരം സാർ. നമസ്കാരം. ആ പുഷ്കറിന്റെ പിന്തുടർച്ചാവകാശ സർട്ടിഫിക്കറ്റിന്റെ കാര്യം ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി വന്നതാണ്. അടുത്ത ആഴ്ച ശരിയാവുമെന്ന് സാർ പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞു. ഉണ്ടെങ്കിൽ ശരിയാകും. അതിനിപ്പോ എന്താ എത്ര സംശയം? അങ്ങനെയല്ല, ഈ ഇതുവഴി പോയപ്പോ അത് സാറിനെ കണ്ടെന്ന് ഉറപ്പിക്കാന്ന് വിചാരിച്ചു. അപ്പോഴാണ് വക്കീല് പറഞ്ഞത് ജോലിക്ക് ഒരാളിനെ വേണമെന്ന്. ഞാൻ ഒരാളെ കൊണ്ടുവരട്ടോ സാറേ? അങ്ങനെ ഉത്തമൻ കൊണ്ടുവരുന്ന ഒരാളെ വിശ്വസിച്ച് ജോലി ഏൽപ്പിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. കാഞ്ചനയുടെ വീട്ടിൽ ജോലിക്ക് ചെന്ന കുമാരൻ ഒരു ജോലിയും ചെയ്യാതെ വൈകുന്നേരം വരെ ചുറ്റിക്കറങ്ങി നിന്ന് വൈകുന്നേരം കൂലിയും വാങ്ങി അന്തസ്സായി പോകരുതിന് പോവുകയും ചെയ്തു. അയ്യോ സാറേ, അത്തരക്കാരൊന്നും ഞാൻ കൊണ്ടുവരൂലല്ലോ. അങ്ങനെയുള്ള ആളിനെ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് എനിക്കറിയാമല്ലോ. മലയാളികൾ ആരും വേണ്ട. അതിപ്പോ വക്കീല് പറഞ്ഞു. വേണ്ടെങ്കിൽ വേണ്ട, ബംഗാളി തന്നെ ആയിക്കോട്ടെ. അതും എന്റെ കസ്റ്റഡിയിലുണ്ട്. സാറിന് എത്ര ബംഗാളികളെ വേണം? ഒരാൾ മാത്രം, പക്ഷേ സത്യസന്ധമായി ജോലി ചെയ്യുന്ന ആളായിരിക്കണം. അങ്ങനെ ഒരാളിനെ ഞാൻ കൊണ്ടുവരൂ. അന്യായമായി കൂലി ചോദിക്കാൻ പാടില്ല. ന്യായമായ കൂലിയെ ചോദിക്കൂ. വരുന്നയാൾ കൃത്യമായി ജോലി ചെയ്തില്ല എങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം എനിക്ക് തന്നെ ആയിരിക്കും. സാറേ, അതൊക്കെ എനിക്കറിയാം. സാറിനെ പോലുള്ള ഒരാളോട് ഒരു വാക്ക് പറഞ്ഞിട്ട് അത് പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ സാറ് ജീവിതകാലത്ത് വില്ലേജ് ഓഫീസിന്റെ പടിക്കകത്തോലും എന്നെ കേട്ടില്ലെന്നുള്ള എനിക്കറിയാല്ല. സാറിന് വിശ്വാസം ഇല്ലെങ്കിൽ ആ SBTയിലെ ദാമോദരൻ സാറിനെ ഒന്ന് വിളിച്ചു നോക്ക്. കഴിഞ്ഞ ആഴ്ച 3 ബംഗാളികളാണ് ഞാൻ സാറിന് ഏർപ്പാടാക്കി കൊടുത്തത്. ഇനി എന്തെങ്കിലും ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ ഉത്തമനെ വിളിക്കൂ എന്നാണ് സാർ അന്ന് എന്റെ അടുത്ത് പറഞ്ഞത്. അപ്പൊ ശരി, 9:38 ഞാൻ ഇവിടുന്ന് പുറപ്പെടും. അതിനു മുൻപ് ജോലിക്കാരനെയും കൊണ്ട് ഉത്തമൻ ഇവിടെ എത്തിയിരിക്കണം. ശരി. ആളെ കണ്ട് എനിക്ക് ബോധ്യപ്പെട്ടാലേ ഞാൻ ജോലിക്ക് വെക്കൂ. മതി. വൈകിട്ട് ഞാൻ ഓഫീസിൽ നിന്ന് വന്ന് ചെയ്ത ജോലി കണ്ട് ബോധ്യപ്പെട്ട ശേഷമേ കൂലി കൊടുക്കൂ. മതി ധാരാളം. അപ്പോ ഉത്തമൻ പോയി ആളെ കൂട്ടി വന്നോളൂ. ശരി. എങ്ങനെയുണ്ട്? നല്ല വിശ്വാസമുള്ള ആളുകളെ കൊണ്ടുവരാവുള്ളൂ, ഇല്ലെങ്കിൽ ഇവിടെ യുദ്ധം നടക്കും. ഒടുവിൽ നാട്ടിലെ ബംഗാളികൾ എല്ലാവരോടും കൂടി ഉത്തമനെ ഇടിച്ച് നിരപ്പാക്കും. വക്കീൽ, ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. നല്ല ബെസ്റ്റ് ബംഗാളി എന്റെ കയ്യിലുണ്ട്. ശരി, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ബാക്കിയെല്ലാം ഉത്തമന്റെ വിധി പോലെ ഇരിക്കും. ഇത്രയും നിസ്സാര കാര്യത്തിനാണോ നീ രാവിലെ ഇത്രയും ബഹളം ഉണ്ടാക്കിയത്? ഞാൻ ബഹളം ഉണ്ടാക്കിയതുകൊണ്ടാണല്ലോ അതൊരു നിസ്സാര കാര്യമായി മാറിയത്. ഭാമേ, കഴിഞ്ഞ ദിവസം ഒരു ജോലിക്കാരനെ വേണമെന്ന് നീ പറഞ്ഞപ്പോ മുതൽ ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. പക്ഷെ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ഒരാളെ എത്ര ആലോചിച്ചിട്ടും കിട്ടാത്തത് കൊണ്ടാണ് കുറച്ച് താമസിച്ചു പോയത്. അങ്ങനെ താമസിച്ചത് ഇപ്പൊ ഗുണമായില്ലേ? ഗുണമാണോ എന്ന് തീരുമാനിക്കാറായിട്ടില്ല. തീരുമാനമായല്ലോ. മലയാളികളെ പോലെ അല്ല ബംഗാളികൾ. അവർ ആത്മാർത്ഥതയും സത്യസന്ധതയും ഉള്ളവരാണ്. ജോലി നന്നായി ചെയ്യും, കൂലിയും കുറവാണ്. ഒരു കാര്യം വരുമ്പോ എടുത്തു ചാടി എന്തെങ്കിലും ചെയ്യുന്നതല്ല സാമർഥ്യം. അവധാനപൂർവ്വം ആലോചിച്ച് യുക്തിപരമായ ഒരു തീരുമാനത്തിലെത്തണം.
എടുത്തു ചാടുന്നതിന് മുൻപ് പലവട്ടം നമ്മൾ ആലോചിക്കണമെന്നാണ് പ്രമാണം. 1000 വട്ടം ആലോചിച്ചെടുക്കുന്ന തീരുമാനവും തെറ്റിപ്പോകാൻ സാധ്യതയുണ്ടെന്ന് എടശ്ശേരി പറഞ്ഞിട്ടുണ്ട്. ഇടശ്ശേരിക്ക് തെറ്റുമായിരിക്കും, പക്ഷേ കെ മോഹനകൃഷ്ണൻ ആലോചിച്ചെടുക്കുന്ന ഒരു തീരുമാനവും തെറ്റില്ല. ഉത്തമൻ ആ ബംഗാളിയും കൊണ്ടുവരുമ്പോ നിനക്കത് മനസ്സിലാവും. আহারে বিধি গো তোর লীলা বোঝা দায়, যে উড়িয়া বেড়ায় তারে বাঁধিস মাচায়, সে যে উড়ে যায় 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 যায়। আকাশে যে পাখি ওই মেলে তার ডানা, বিশুকে খাওয়াস তারে শুধু সোনা দানা, সে যে উড়ে যায় 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 যায়। আহারে বিধি গো তোর লীলা ഡ്രസ്സൊക്കെ മാറിയോ? വീട്ടു ജോലിക്കുള്ള ആളെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടല്ലേ ഉത്തമൻ പോയത്? ഉത്തമൻ ആളെ കൊണ്ടുവരുമ്പോ മോഹനട്ട് ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ ശരിയാവുക? ആള് വന്നാലും ഇല്ലെങ്കിലും എനിക്ക് കൃത്യം 9:38 ഇവിടുന്ന് പുറപ്പെടണം. വീട്ടിൽ ഒരു പണിക്കാരൻ വരാൻ താമസിച്ചു എന്ന് കരുതി എനിക്ക് വില്ലേജ് ഓഫീസിൽ താമസിച്ചെല്ലാം പറ്റുമോ? ഇല്ല. 9:38 മുൻപ് ആളെയും കൂട്ടി വരണമെന്ന് ഞാൻ ഉത്തമനോട് പറഞ്ഞത് നീയും കേട്ടതല്ലേ? ഉത്തമൻ വരാൻ വൈകിയാൽ അത് ഉത്തമന്റെ കുഴപ്പം. എന്തായാലും ഉത്തമൻ കൊണ്ടുവരുന്ന ജോലിക്കാരനെ ഞാൻ നേരിട്ട് കണ്ട് സംസാരിച്ചതിന് ശേഷമേ ജോലി ചെയ്യാൻ അനുവദിക്കൂ. അപ്പൊ അതാണല്ലേ സാറിന്റെ മനസ്സിലിരിപ്പ്? ഉത്തമൻ വരുന്നതിന് പിന്നെ സ്ഥലപ്പെടാനാണോ പരിപാടി? സാറേ രക്ഷപ്പെട്ടു, ഉത്തമനെത്തി. ഇപ്പൊ വില്ലേവസര പ്രശ്നം തീർന്നല്ലോ. പോ നടക്ക്. നമസ്കാരം സാറേ. ഇതാണ് ഞാൻ പറഞ്ഞ ബംഗാളി, പേര് സന്ദീപ്. സന്ദീപ്, ഇത് കെ മോഹനകൃഷ്ണ സാർ, വില്ലേജ് ഓഫീസർ. എടാ പോടാ. ഇത് കെ മോഹനകൃഷ്ണൻ സാർ, വില്ലേജ് ഓഫീസർ. വില്ലേജ് ഓഫീസ് സാറേ സാറേ ബംഗാളിലെ വലിയ ആളാ. സാറേ ബംഗാളിലെ വില്ലേജ് ഓഫീസർ ഒന്നും കാണൂല, അതുകൊണ്ട് അറിഞ്ഞൂടാത്തെ. ഇത് സാറിന്റെ ഭാര്യ, വൈഫ്. ഹേ വക്കീൽ വക്കീൽ नमस्ते नमस्ते। ഹിന്ദി അറിയാത്തോ? हिंदी नहीं मालूम, मलयालम थोड़ा थोड़ा मालूम। സാറേ സാർ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഇവ കേരളത്തിൽ വന്നിട്ട് ഒരു 1.5 കൊല്ലം ആയി. പറയുന്ന സകല ജോലിയും ചെയ്യും. എന്താണ് ചെയ്യേണ്ടത് മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. ആദ്യം വീടിന് ചുറ്റുമുള്ള കാടൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കണം. അത് കഴിഞ്ഞിട്ട് വീടിന്റെ മച്ചിലുള്ള ആ മാറാലെല്ലാം അടിച്ച് വൃത്തിയാക്കണം. ഓ ഇത്രയല്ലേ സംഭവം? ഞാൻ പറഞ്ഞ മനസ്സിലാക്കി കൊടുക്കാം. ആദ്യം കാട് കാട് വെട്ടിത്തെളിക്കണം. പിന്നെ മച്ചില് മാറാലേ? മാറല്ല മാറല്ല, മച്ചേ മച്ചാൻ മച്ചുണൻ മച്ചാനെ മച്ചില് മാറാല മാറാല മാറ്റണം. ഞാൻ പറഞ്ഞു കൊടുക്കാം. നീ വാ വാ ഇങ്ങോട്ട് വാ 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 ആവോ വാ. ഈ ഉത്തമനത് എന്തൊക്കെയാ പറയണത്? ഒന്ന് വേഗം വാ, വരുന്നായിട്ട് പറഞ്ഞുതരാം. സന്ദീപേ, ഇത് ഇത് പാനി 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 അതെ അതെ അതെ. ഓസ് എന്ന് പറ ഇംഗ്ലീഷില്. ഈ ആമാട പട്ടിയൊക്കെ എടുത്ത് അവിടെ എവിടെയെങ്കിലും വയ്യടാ. അങ്ങോട്ട് മാറ്, അതെവിടെ ഇരിക്കും. ഇത് പിടിച്ചോ. ഓക്കെ. ഇത് ഇതിങ്ങനെ നനയ്ക്കണം. ഇതിൽ വെള്ളം നോക്കിയോണേ എങ്ങനെയാണ്. കണ്ട കണ്ട ഇതിങ്ങനെ നനയ്ക്കണം. ഇങ്ങോട്ടോ ഇങ്ങോട്ട് വാ. ഇത് ഓഫ്. അടുത്തത് അത് മോഹനകൃഷ്ണൻ സാർ സാർ എന്ന് പറയണേ. അത് മോഹനകൃഷ്ണൻ സാർ, അത് അഡ്വക്കേറ്റ്. അടുത്തത് ചെടിച്ചട്ടി. ഇതിങ്ങനെ എടുക്കണേ. കമലേ സരസു. അതാ അതാ ഇതാണ് ചെടിച്ചട്ടി. എടുക്കൂ എന്ന് സാർ പറയും. എറാങ്ങോട്ട് എന്നെ കൂടെ പഠിപ്പിക്കണം. എന്നിട്ട് സാർ പറയും അപ്പുറത്ത് വയ്ക്കൂ. കേട്ടാ? അപ്പൊ അങ്ങനെ സാർ പറയും അപ്പുറത്ത് പോയി. സാറെ ചെടിച്ചട്ടി വയ്ക്കാൻ നേരത്തെ ഉദരഹ എന്ന് പറയണേ. സന്ദീപേ, ചെടിച്ചട്ടിക്ക് എന്താ പറയുന്നേ? ഗമല ഗമല ഗമല. അതൊന്നും പഠിച്ചോ സാറേ? അടുത്തത് കൂടെ വാ. ഇനി വക്കീൽ എന്താ പറഞ്ഞേ? മാറാല മച്ചില്ല. ഓക്കെ ഓക്കെ. ഇതെടുക്കുക. ഇതെന്താ ചൂല് അല്ലേ? ചാടാനൊന്നും നിൽക്കില്ല. നീ അവിടെ നില്ല്. ഞാൻ പറയുന്നില്ല കാലണ്ട. കണ്ട
ഇവിടെ കെട്ടിയിരിക്കുന്നത് മുത്തുകണ്ണത്തിന് എന്നത്ര ഹേ ചേർക്കണേ? ഓക്കേ? ഹിന്ദിയല്ലേ? ഇത് മുകളിലാണ് അപ്പൊ ഹേ വരും. ഇത് ഇങ്ങനെ മാറാല. ഓക്കെ വെരി ഗുഡ് സന്ദീപ്, വെരി ഗുഡ്. കണ്ട അങ്ങനെ മൊത്തം അടിച്ചേക്കണം. നെല്ലിക്ക ഒയ്യോ, ഞാൻ നെല്ലിക്ക പറിക്കുന്ന ഞാൻ വെറുതെ സമയം പോകാൻ വേണ്ടി. എടാ അത് മോനേഷ് സാർ വളർത്തുന്നതാണ്, അത് നിനക്ക് തിന്നൂടാ. ഓക്കെ പുല്ല് പറിക്കില്ല സാറേ. ആ സാറല്ല, അപ്പുറത്ത് ഇത് ഓക്കെ. ഇനി അടുത്തതാ ഈ വെട്ട് കത്തിയേ, അതെടുത്തോ. കാട് വെട്ടി തെളിയുന്നല്ലേ. ചാക്കല്ലടാ, വെട്ട് കത്തി. ഈ സാധനം നോക്കിയോണേ. കാട് അവലല്ല മലര്. കാട് ഇങ്ങനെ കിടക്കുന്ന ഇതിങ്ങനെ വെട്ടണം. ഓക്കെ അത് ഒടിക്കലെന്ന് പറയാ. അല്ലല്ല, അത് ഒടിക്കില്ല സാറേ, ഇത് ഒടിക്കരുത്. കാട് ഇതുപോലെ വളർന്ന് കിടക്കുന്ന കാട്. ഓക്കെ അവലും മലരും കൂടെ തോരും. ഇത് വാ, കൂടെ വാ. അതെ പുല്ല്. ഇത് മൺവെട്ടി. ശ്ശോ, മൺവെട്ടിക്ക് എന്തോന്ന് പറയും ഹിന്ദിയിൽ? മമ്മട്ടിക്ക് ബംഗാളിൽ എന്താ പറയാ? ഒന്നുമില്ലായിരിക്കും. പുറത്തെ അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തോളാം. ഇങ്ങനെ ചെത്തി അതെ. മതി. കുഴിക്കണ്ട. മനസ്സിലായോ സന്ദീപ്? ഓക്കെ സാറേ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. നിന്റെ ആമാടെ പെട്ടി എടുത്തോടെ വെച്ചേ. ഇതെടുത്തോ. ഇതെന്തോന്നില്ല ഇതിനകത്തൊക്കെ. സാറേ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി കൂലി പറയൂ. അല്ല കൂലി ഇപ്പൊ അങ്ങനെ അല്ല കൂലി വേണം. സാധാരണ 600 രൂപയാണ് ഇവർക്ക് കൊടുക്കുന്നത്. 600 രൂപ? 600 രൂപ കൂടുതലൊന്നുമല്ല മോനട്ടാ. ഇവിടെ ഉള്ളവരെ വിളിച്ച് 700 750 രൂപയൊക്കെ കൊടുക്കേണ്ടി വരും. 600 രൂപ ന്യായം തന്നെയാ. ഉത്തമ, ഈ മുറ്റത്തെ കാട് വെട്ടിയിലും അകത്തെ മാറാല തൂത്തുവാരിയിലും മോഹനേട്ടൻ അതൊരു പ്രശ്നമേ ആയിരിക്കില്ല. പക്ഷെ എനിക്കത് പ്രശ്നമാണ്. 600 രൂപ കൊടുക്കാന്ന് പറ ഉത്തമ. ശരി. പിന്നെ സ്വഭാവമൊക്കെ എങ്ങനെയാ? എന്ത് ജോലി സമയത്ത് വെറുതെ സമയം കളഞ്ഞാൽ എന്റെ സ്വഭാവം മാറും. ഇപ്പോൾ മുതൽ വൈകുന്നേരം 5 മണി വരെ കൃത്യമായും ജോലി ചെയ്തിരിക്കണം. അതൊക്കെ ചെയ്തോളൂ സാറേ, അതൊക്കെ ചെയ്യും. ചെയ്തോളൂ അതൊക്കെ ചെയ്യും. പിന്നെ കള്ളലക്ഷണം ഉണ്ടല്ലോ. അങ്ങനെ എന്തെങ്കിലും കാര്യം മനസ്സിലുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ കളഞ്ഞേക്കാൻ പറയൂ ഈ ബംഗാളിയോട്. നമ്മൾ മലയാളികൾ വളരെ ബുദ്ധിയുള്ളവരാണെന്നും ഇയാളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അതൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല. അതൊക്കെ അവൻ നന്നായിട്ട് അറിയാം അല്ലേ? പിന്നെ ഞാൻ ആഫീസിൽ പോയിരിക്കുകയാണ് എന്നോർത്ത് ജോലി ചെയ്യാതെ ഉറപ്പിയാൽ വിവരം അറിയും. അങ്ങനെയൊന്നുമില്ല. പറയണ ജോലി എന്ന് പറഞ്ഞാ അവൻ ചാവും. സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ സാർ ഇപ്പൊ ഒരു ജോലി പറഞ്ഞു നോക്ക്. ശരി നോക്കട്ടെ. ഞാൻ പോട്ടെ സാറേ. പിന്നെ ഇവൻ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദി ഞാനാണ്. മനസ്സിലായി? കുഴപ്പങ്ങളൊന്നും കാണിക്കരുത് കേട്ടോ. സന്ദീപ് വരൂ ഒന്നാലും. അയ്യേ വരൂ ബംഗാളി. ഈ മുറി മുതൽ എങ്ങോട്ട് എല്ലാ മുറികളും വൃത്തിയാക്കണം. മനസ്സിലായി? മുകളിലെ മച്ചിലിരിക്കുന്ന മാറാലയും പൊടിയും ഒക്കെ തൂത്ത് വൃത്തിയാക്കണം. അതിനിപ്പോ മാറാലയ്ക്ക് ഇപ്പൊ എന്താ പറയുന്നത്? അങ്ങനൊന്നുമില്ല. മാറാല എല്ലാ സ്ഥലത്തും മാറാല തന്നെയാ. സന്ദീപ്, ഞാൻ കെ മോഹനേഷ് സാർ, വില്ലേജ് ഓഫീസറാണ്. സത്യസന്ധനും മാന്യനുമായ വില്ലേജ് ഓഫീസർ. എല്ലാം മനസ്സിലായി കാണും. അതുകൊണ്ട് എനിക്ക് 9:38 ഇവിടുന്ന് പുറപ്പെടണം. ഭാമേ, ഇതാണ് ഞാൻ പറയാറുള്ളത്. ഒരു കാര്യം മറ്റൊരാളെ മനസ്സിലാക്കാൻ ഭാഷ ഒരു പ്രശ്നമേ അല്ല. ലിപിയും ഭാഷയും ഇല്ലാതെ എത്രയോ കാലം നമ്മൾ മനുഷ്യർ ജീവിച്ചിരുന്നു. ഇപ്പൊ ഏതാണ്ട് ആ കാലത്ത് ഒരു ഗുഹ നിൽക്കുന്ന പോലെ തന്നെയാണ് എനിക്ക് തോന്നാറുള്ളത്. മഹാത്മാഗാന്ധി. അതൊക്കെ അറിയാം. അതെ, ഗാന്ധിജി തന്നെയാണ് ബംഗാളിലെ രാഷ്ട്രപിതാവ്. എന്തായാലും ഇത്തരം കാര്യങ്ങളിൽ നിന്നേക്കാൾ ഒരുപാട് അറിവും വിവരവും എനിക്ക് കൂടുതലുണ്ട്. സന്ദീപ്,
നിങ്ങളുടെ നാടില്ലേ, നിങ്ങളുടെ നാട് ബംഗാൾ. ബംഗാളിനെ പറ്റി സാറിന് നിറയെ അറിയാം. സ്വാമി വിവേകാനന്ദനും ശ്രീരാമകൃഷ്ണ പരമഹംസനും രവീന്ദ്രനാഥ ടാഗോറും സുഭാഷ് ചന്ദ്രബോസും ഒക്കെ ജനിച്ച നാടല്ലേ ബംഗാൾ. കണ്ടോ കണ്ടോ കണ്ടോ, എനിക്ക് ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയാമെന്ന് അറിഞ്ഞപ്പോൾ സന്ദീപിന്റെ മുഖത്തുണ്ടായ സന്തോഷം കണ്ടോ നീ? നിനക്ക് ബംഗാളിലെ പ്രസിദ്ധരായ ആരെങ്കിലും അറിയാമോ? എനിക്ക് അറിഞ്ഞൂടാ. എന്നാ ഞാൻ പറഞ്ഞുതരാം. സാമൂഹ്യ പരിഷ്കർത്താക്കളായിരുന്നു രാജാറാം മോഹൻ റോയും ഈശ്വരചന്ദ്ര വിദ്യാസാഗറും. സതി നിർത്തലാക്കാനായി സമരം നടത്തിയ രാജാറാം മോഹൻ റോയെ പറ്റി നീ കേട്ടിട്ടില്ലേ? ഇനി രാഷ്ട്രീയത്തിലേക്ക് വന്ന് നോക്കൂ. നമ്മുടെ രാഷ്ട്രപതി പ്രണബ് മുഖർജി ബംഗാളിൽ നിന്നാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന ജ്യോതി ബസു ബംഗാളിയാണ്. സാഹിത്യമാണെങ്കിലോ ബങ്കിങ് ചന്ദ്ര ചാറ്റർജി മുതൽ മഹാശ്വേത ദേവി വരെ എത്രയോ പേർ. സിനിമ എടുക്കാം. സിനിമയിൽ സത്യജിത് റേ, ഋതിക് ഘട്ടക് കേട്ടിട്ടില്ലേ? ഇനി ശാസ്ത്രത്തിലേക്ക് വരാം. ജഗദീഷ് ചന്ദ്ര ബോസിനെ പോലുള്ള പ്രമുഖർ. ക്വാണ്ടം ഫിസിക്സിലെ ബോസോൺ എന്ന വസ്തുവിനെ പറ്റി നീ കേട്ടിട്ടുണ്ടോ? ബോസോണിന് ആ പേര് വന്നത് ജഗദീഷ് ചന്ദ്ര ബോസിന്റെ പേരിൽ നിന്നാണ്. എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയത് ജോലി ചെയ്യാനോ അതോ പഠിപ്പിക്കാനോ? സാർ ഈ പറഞ്ഞ വേദോ ശാസ്ത്രവും കേട്ട് കേട്ട് തല വരുത്തിട്ട 8ാം ക്ലാസ് ഞാൻ പഠിപ്പ് നിർത്തി ജോലിക്കിറങ്ങിയത്. ഇപ്പോ മലയാളികളെല്ലാം പറ്റിക്കുകയാണെന്നും മലയാളികളെ പണിക്ക് വിളിക്കരുതെന്നും നിങ്ങളൊക്കെ തീരുമാനിച്ചതോടുകൂടി എന്റെ പണി ഇല്ലാതായി. അങ്ങനെയാ ജീവിക്കാൻ വേണ്ടി ഈ ബംഗാളി വേഷം ഞാൻ കെട്ടിയത്. നിങ്ങൾക്കൊക്കെ ബംഗാളികളെയാണല്ലോ വിശ്വാസമുള്ളത്. ദേ സാറേ, പറഞ്ഞുറപ്പിച്ച 600 രൂപ കൂലിക്കുള്ള ജോലി ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഉത്തമം പറഞ്ഞ ജോലിയൊക്കെ വൈകുന്നേരത്ത് മുമ്പ് തീർത്തിട്ട് ഞാൻ എന്റെ പാട്ടിന് പൊക്കോളാം. അതിനിടയ്ക്കേറി ചരിത്രവും ഭൂമിശാസ്ത്രവും പഠിപ്പിക്കാൻ പറ്റരുത്. മനസ്സിലായല്ലോ? കേട്ടോ? തോടാ സൈഡ് ചെയ്യേ. മോഹനേട്ടാ, അപ്പൊ മോഹനേട്ട മുറ്റത്തൊന്ന് പറഞ്ഞ അയാൾക്ക് മനസ്സിലായി കാണില്ലേ? എന്ത്? അയാളെ കണ്ട കള്ളലക്ഷണം ഉണ്ടെന്ന് മോഹനേട്ട പറഞ്ഞില്ലേ? ഞാൻ പറയണ്ടേയില്ല. അതെ, എന്തായാലും പണി തീർന്നു പോകുന്നവരെ അയാളുടെ കൺമുന്നിൽ പോയി ചാടണ്ട. തെറി നല്ല മലയാളത്തിലായി പോയി. ഇതെല്ലാം ആ ഉത്തമം കൂടി അറിഞ്ഞിട്ടാ. ഉത്തമനെ വെച്ചിട്ടുണ്ട്. ഉത്തമനെ പറഞ്ഞിട്ട് എന്താ കാര്യം? മോഹനേട്ടൻ അവധാനപൂർവം ആലോചിച്ചെടുത്ത തീരുമാനമല്ലേ? പക്ഷേ 1000 വട്ടം ആലോചിച്ചെടുക്കുന്ന തീരുമാനവും തെറ്റിപ്പോവാൻ സാധ്യതയുണ്ടെന്ന് ഇടശ്ശേരി പറഞ്ഞിട്ടുണ്ടല്ലോ. ഇടശ്ശേരി പോലാത്ത മലയാളികൾക്ക് വിശ്വാസമില്ലാതെ വരുമ്പോഴുണ്ടാകുന്ന പ്രതിസന്ധിയാണിത്. കേരളത്തിൽ ജോലി ചെയ്യാൻ ബംഗാളിയുടെ വേഷം കെട്ടേണ്ടി വന്ന ആ സാധുവിനോട് സഹതാപം പ്രകടിപ്പിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസ്സാരം തുടരുന്നു.